അപകീർത്തി കേസിൽ അറസ്റ്റിലായ ഷാജൻ സ്കറിയെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഷാജൻ സ്കറിയ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. അല്പസമയം മുമ്പാണ് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. 9 മണിയോടുകൂടിയാണ് കുഴപ്പക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. അപകീർത്തി കേസിലാണ് യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയ അറസ്റ്റിലായത്. മുഖ്യമന്ത്രിയാണ് അതിനു വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. താങ്കൾക്കെതിരെ നിരവധി കേസുകളുണ്ടല്ലോ. എല്ലാം കള്ളക്കേസ്. ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചോ? പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു. അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോന്നു. വരൂ, എന്നെ ആരെയും വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രകട്ടെ. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷാജൻ സ്കറിയ സംസാരിച്ചത്. റിനു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. റിനു, ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഷാജൻ സ്കറിയ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ഇത് കള്ളക്കേസാണ് എടുക്കുന്നത്, തനിക്കെതിരെയുള്ളതെല്ലാം കള്ളക്കേസുകളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം പറയുന്നത് ഈ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെയാണ് കൊണ്ടുപോയത് എന്നടക്കം പറയുന്നു, അല്ലേ? തീർച്ചയായും ശ്രുതി, അതായത് പിണറായിസം തുലയട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു, തന്നെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ മോശമായ രീതിയിലുള്ള ഇടപെടൽ. പിണറായി വിജയൻ ഇത്തരത്തിൽ നിരവധി കേസുകൾ തനിക്കെതിരെ എടുത്തിട്ടുണ്ട്. ഒരു കേസിൽ പോലും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും ഷാജൻ സ്കറിയ പറയുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിരവധി തവണ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആ കേസുകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഉറക്കെ വിളിക്കുന്നു. ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മുദ്രാവാക്യം, അതായത് നമ്മളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരടക്കം ഇതിൻ്റെ പ്രധാന ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇദ്ദേഹം അല്പവസ്ത്രധാരി, അതായത് ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുലയട്ടെ, ജനാധിപത്യം പുലരട്ടെ എന്ന് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. തുടർന്നാണ് നമ്മൾ അകത്തേക്ക് കയറുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കുകയും ചെയ്തത്. നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിരവധി തവണ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്, നിരവധി പേരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇദ്ദേഹം ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിരവധി തവണ കേസെടുത്തിട്ടുണ്ട്, അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വലിയ രീതിയിൽ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നത് എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഇന്ന് 9 മണിയോടുകൂടിയാണ് ഈ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വവസതിയായ കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാഹി സ്വദേശിയായിട്ടുള്ള ഘാന വിജയൻ നൽകിയ പരാതി മുഖ്യമന്ത്രിക്ക് ഈ കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ താൻ ഇത്തരത്തിൽ ഹണി ട്രാപ്പിലൂടെ ചില ആളുകളെ ഈ ലൈംഗിക വാഗ്ദാനം ചെയ്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇടപെടൽ നടത്തുന്നു എന്നടക്കമുള്ള യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ പരാമർശം നടത്തി. ഇത് മാനസികമായ വലിയ രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സൈബർ പോലീസിന് ആ പരാതി കൈമാറുകയും ഈ യൂട്യൂബ് ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ നടത്തിപ്പുകാരനായിട്ടുള്ള ഷാജൻ സ്കറിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് താൻ ജയിലിലേക്ക് പോവുകയാണ്, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മുഖ്യമന്ത്രി പിണറായി അല്ലെങ്കിൽ പിണറായിസം തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങളും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഷാജൻ സ്കറിയെ 9 മണിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഈ ഭാരതീയ ന്യായ സംഹിത 79, IT ആക്ട് 67, അതുപോലെ തന്നെ പോലീസ് ആക്ട് 120 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ തൊട്ട് സമീപത്ത് തന്നെ അദ്ദേഹം ഉണ്ട്, പോലീസ് വാഹനമുണ്ട്. ആ പോലീസ് വാഹനത്തിലൂടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ശ്രുതി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ്.
മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ നിലവിൽ അദ്ദേഹം വിവിധ കേസുകളിൽ ജാമ്യത്തിലാണ്. ആ ജാമ്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി മറ്റൊരു കേസിൽ അകപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ജാമ്യം റദ്ദു ചെയ്യപ്പെടും. അത്തരത്തിൽ ജാമ്യം റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് റിമാൻഡിലേക്ക് പോകുമോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ജാമ്യം നൽകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓപ്പൺ കോടതിയിൽ നാളെ ഹാജരാക്കാൻ വേണ്ടി പറയും. അതിനുശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുക്കുക. എന്തായാലും ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഷാജൻ സ്കറിയെ എത്തിക്കുന്നു. ഇപ്പോൾ ഷാജൻ സ്കറിയെ ജനറൽ ആശുപത്രിയുടെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു. ഈ അപകീർത്തിപരമായിട്ടുള്ള പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിലൂടെ ഈ മോശം ഇടപെടൽ നടത്തി ഇദ്ദേഹത്തിനെതിരെ വാർത്ത കെട്ടിച്ചമച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷാജൻ സ്കറിയെ 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന്, കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. ആ ഒളിവിലായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, പത്തനംതിട്ടയിലായിരുന്നു. അവിടെ നിന്ന് വസതിയിലേക്ക് എത്തുമ്പോഴാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അദ്ദേഹവും വിളിച്ച് പറയുന്നത്.